ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കുറച്ചധികം ഹോം മെയ്ഡ് മസാല പൗഡറാണ്. അപ്പോൾ ഇതിൽ ബിരിയാണി മസാല പൗഡർ, അതുപോലെ ഗരം മസാല പൗഡർ, പിന്നെ നമ്മൾ മന്തിക്കും കബ്സക്കും ഒക്കെ ചേർക്കുന്ന അറേബ്യൻ മസാല, അതുപോലെ കബാബ് മസാല, ചിക്കൻ കബാബ് മസാല. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോന്നും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല പൗഡറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് ചിക്കൻ കബാബ് മസാല പൗഡറാണ്. അപ്പോൾ ഈ ഒരു സെയിം മസാല പൗഡർ തന്നെ ഞാൻ ചിക്കൻ ലോലിപോപ്പിനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 1/4 കപ്പ് റൈസ് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം, പക്ഷേ കുറച്ചും കൂടി ഹാർഡാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് റൈസ് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇതിലോട്ട് 1/4 കപ്പ് കടലമാവ്, അതും കൂടെ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് ഹോം മെയ്ഡ് ബിരിയാണി മസാല പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് ബിരിയാണി മസാല പൗഡർ 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, ക്യൂമിൻ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്, അതും കൂടെ 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസൂരി മെത്തി, ഒരു 2 ടേബിൾ സ്പൂണ് കസൂരി മെത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്താൽ മതി. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഇതിനൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. പക്ഷേ ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ രണ്ടിൻ്റെയും പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂണ് ജിഞ്ചർ പൗഡറും അതുപോലെ 1 ടീസ്പൂണ് ഗാർലിക് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ റെസിപ്പി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുഡ് കളർ പൗഡറാണ് ഉള്ളതെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം, അല്ലാത്ത ലിക്വിഡാണ് ഉള്ളതെങ്കിൽ പിന്നീട് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ലൊരു കളർ കിട്ടും നമ്മുടെ ആ ഒരു കബാബിനൊക്കെ. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇത് 2 കിലോ ചിക്കന് ഫ്രൈ ചെയ്യാനുള്ള അളവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ബാറ്റർ റെഡിയാക്കിയാൽ മതി. അപ്പോൾ സാധാരണ 1 കിലോ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ 1 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ മാത്രം മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും അതുപോലെ 1-2 ടേബിൾ സ്പൂണ് വിനീഗർ അല്ലെങ്കിൽ ലെമൺ ഡ്രോപ്സും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ബാറ്റർ ഉണ്ടാക്കി എടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി പൗഡർ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാറ്റർ റെഡിയാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കബാബ് മസാല പൗഡർ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ഹോം മെയ്ഡ് ബിരിയാണി മസാല പൗഡറാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി മസാല പൗഡറാണ് കേട്ടോ. ഞാൻ എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് പെരും ജീരകം, വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, ക്യൂമിൻ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 40 എണ്ണം ഗ്രാമ്പു, ഓൾമോസ്റ്റ് ഒരു 2 ടീസ്പൂണോളം ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 20 ഏലക്ക, പച്ച ഏലക്ക 20 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അപ്പോൾ ഒരു 25 എണ്ണം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പ് മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു 4 പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ജാതിക്ക, പിന്നെ ഇതിലോട്ട് ഒരു തക്കോലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ജാതിക്കയുടെ പൂവ്, അതും കൂടെ 1 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 3 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ അധികം കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്തത്. പിന്നെ ഇത് റോസ്റ്റ് ചെയ്തിട്ട്
ഒരു ലൈറ്റായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് പിന്നീട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മല്ലിയും അതുപോലെ പെരുംജീരകം, ജീരകം എല്ലാം കൂടെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ബ്ലെൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ സാധാരണ 1 കിലോ ബിരിയാണിക്കൊക്കെ 1.5 ടീസ്പൂണ് ഈ ഒരു ഹോം മെയ്ഡ് ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ചിക്കൻ കബാബ് പൗഡറിനും കൂടെ ഈ ഒരു മസാല പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ഗരം മസാല പൗഡർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പാനിലോട്ട് 2 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് എന്ന സൈസിലുള്ള 2 പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 20 എണ്ണം ഗ്രാമ്പു, 15 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കോലം ചേർത്ത് കൊടുക്കാം. അതുപോലെ ജാതിക്കയുടെ ഒരു 1/4 ഭാഗം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ജാതിക്കയുടെ പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് പെരും ജീരകം, വലിയ ജീരകം, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ. നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഗരം മസാല പൗഡർ ആണെങ്കിലും ബിരിയാണി മസാല പൗഡർ ആണെങ്കിലൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതും വീട്ടിലുണ്ടാക്കുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് അറേബ്യൻ മസാല പൗഡറാണ്. അപ്പോൾ നമ്മൾ മന്തി അതുപോലെ കബ്സ ഇതിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂണ് ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്രഷ് ചെയ്തിട്ടുള്ള 1 ടീസ്പൂണോളം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഏലക്ക, പിന്നെ ഒരു ജാതിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1.5 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 3 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് ചെറിയ ജീരകം, ക്യൂമിൻ, ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എന്ത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. ഫ്ലെയിം കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അറേബ്യൻ മസാല പൗഡർ. കബ്സ മന്തിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും ഇതുപോലെ ഒരുപാട് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കാം. സാമ്പാർ പൗഡർ, ഹൈദരാബാദി ചിക്കൻ മസാല പൗഡർ, ഇതൊക്കെ ഞാൻ ഇനിയൊരിക്കലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.